അപ്പം ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടിരിക്കുന്നതാണ്. അപ്പം പെട്ടെന്ന് മമ്മി നല്ല പൊതിച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ പോയാലോ? എന്തൊക്കെ കറിയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. മുഖവും മടക്കട്ടെ. കുറച്ച് നാളായിട്ട് എനിക്ക് ചോറ്റുംപാത്രത്തിൽ അല്ലെങ്കിൽ ഇലയിൽ എവിടെയെങ്കിലുമൊക്കെ പൊതിഞ്ഞ് കുറച്ച് ചോറ് കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേ ഈ ഉച്ചയ്ക്ക് ഈ ചോറ്റുംപാത്രം തുറക്കുമ്പോൾ കിട്ടണ ഒരു മണമൊക്കെ ഉണ്ട്. അത് തന്നെ മതി നമുക്ക് കുറേ ചോറ് കൊണ്ടുവരാനായിട്ട്. ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പപ്പയും മമ്മിയും പറയുകയാണ് പൊതിച്ചോറ് മോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കവറിലൊക്കെ ആയിട്ടാട്ടോ വെച്ചത്. കാരണം ആ ചൂടോടെയുള്ള ചോറ് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഇലയിൽ നല്ല മീൻകറി, അച്ചാർ, മോരുകറി, പിന്നെ മീൻ വറുത്തത്, പിന്നെ പയറ് കറി, സോയാബോൾ, അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയായേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറ്റിലാണേ. കുറച്ച് ചോറാണ് കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു പൊതിച്ചോറ് കിട്ടിക്കഴിയുമ്പോൾ കഴിക്കാണ്ടിരിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് ഈ ഒരു നേരത്തേക്ക് മാത്രം ഞാൻ ഡയറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇത് കഴിച്ച് കഴിയുമ്പോഴല്ലോ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കറിയൊക്കെ കൈയിട്ട് വരാൻ കൂട്ടുകാരുണ്ടാവും. ആ ഒരു ഫീല് മാത്രം കിട്ടണില്ല കേട്ടോ.